അഴിയൂരിൽ വൻ വിദേശ മദ്യവേട്ട. മാഹിയിൽ നിന്നും കൊല്ലം കരുനാഗപ്പള്ളിയിലേക്ക് ഇന്നോവ കാറിൽ കടത്തുകയായിരുന്ന 307 കുപ്പികളിലായി 255 ലിറ്റർ വിദേശ മദ്യവുമായി 4 പേരെ വടകര എക്സൈസ് സർക്കിൾ സംഘം അഴിയൂരിൽ പിടികൂടി. കൊല്ലം സ്വദേശികളായ തൃക്കോവിൽവട്ടം ബിനോയ് ഭവനിൽ ബിജോയ്, ചാരുവിള വീട്ടിൽ റോബിൻ, കിഴക്കതിൽ വീട്ടിൽ ബിബിൻ ബാബു, മാഹി ചൂടിക്കോട്ട് പാറമ്പൽ വില്ലയിൽ ജോൺസൺ മാത്യു എന്നിവരെയാണ് എക്സൈസ് പിടികൂടിയത്. പുലർച്ചെ 5ഓടെ രഹസ്യ വിവരത്തെ തുടർന്ന് ജില്ലാ അതിർത്തിയായ അഴിയൂരിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് പ്രതികൾ എക്സൈസിന്റെ പിടിയിലായത്. എക്സൈസ് സംഘം കാർ തടഞ്ഞു നിർത്തിയപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് വിഭാഗത്തിന്റെ ID കാർഡ് ധരിച്ചാണ് യുവാക്കൾ പുറത്തിറങ്ങിയത്. സംശയം തോന്നി കൂടുതൽ പരിശോധിച്ചപ്പോഴാണ് മദ്യം കടത്തുന്ന സംഘമാണെന്ന് എക്സൈസിന് മനസ്സിലായത്. പെട്ടികളിലായിട്ടായിരുന്നു മദ്യം സൂക്ഷിച്ചത്. വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ പ്രതികളെ വൈദ്യപരിശോധന നടത്തി കോടതിയിൽ ഹാജരാക്കും. വിഷുവിനും തിരഞ്ഞെടുപ്പിനും മുന്നോടിയായി പരിശോധനകൾ കർശനമാക്കുമെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികൾ കൂടുതൽ മദ്യം നേരത്തെ തന്നെ കടത്താൻ തീരുമാനിച്ചതെന്ന് എക്സൈസ് പറഞ്ഞു. 2026 നിയമസഭാ ഇലക്ഷനോടനുബന്ധിച്ച് നമ്മുടെ അനധികൃത മദ്യനിർമ്മാണം, മദ്യക്കടത്ത്, ലഹരിയുടെ ഉപയോഗം, ദുരുപയോഗം എന്നിവ തടയുന്നതിനുള്ള മുൻകരുതലെടുക്കുന്നതിനായി എക്സൈസ് വകുപ്പ് നമ്മുടെ സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിക്കുകയാണ്. അതിന് മുന്നോടിയായി മാഹിയിൽ നിന്നും അനധികൃതമായി സംസ്ഥാനത്തിനകത്തേക്ക് മാഹി മദ്യം കടത്തിക്കൊണ്ടുവരുന്നുള്ള രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പുലർച്ചെ നടത്തിയ പരിശോധനയിൽ ഇന്നോവ കാറിൽ 255 ലിറ്റർ മാഹി മദ്യം കടത്തിക്കൊണ്ടുവന്ന ബിജോയ്, പേര് റോബിൻ, ബിബിൻ എന്നിവരെ അറസ്റ്റ് ചെയ്യും. ടിയാൻമാർ വാഹന പരിശോധന നടത്തുന്നതിനിടയിൽ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ വ്യാജ ഐഡൻറ്റി കാർഡ് ഉപയോഗിച്ച് പരിശോധനയിൽ നിന്ന് ഒഴിവാകാൻ ശ്രമിക്കുകയായിരുന്നു. തുടർന്ന് സംശയം തോന്നിയാണ് ടിയാനെ നടത്തിയ പരിശോധനയിലാണ് ടിയാനെ തടഞ്ഞു നിർത്തുകയും പരിശോധനയിൽ ഈ മദ്യം കണ്ടെടുത്തുകയും ചെയ്തത്. കൂടാതെ ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ, ബിജോയ് എന്ന ആളാണ് അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ടിയാന് മദ്യം മാഹിയിൽ നിന്നും കടത്തി നൽകുന്ന ജോൺസൺ എന്നൊരാളെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ടിയാന്മാരെ ഇന്ന് തന്നെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്. ലാസ്റ്റ് പറഞ്ഞാൽ ജോൺസൺ എന്ന ആളെ രണ്ടാമത് അറസ്റ്റ് ചെയ്താണ്. മൊഴി ഇല്ല, വണ്ടിയിലുണ്ടായിരുന്നു. രണ്ടാമത് മൊഴിയുടെ അടിസ്ഥാനത്തിൽ റിക്കവറി ചെയ്തതാണ്. അയാൾക്ക് കൊടുത്ത പണം ഉൾപ്പെടെ ഏകദേശം 2 ലക്ഷം രൂപ മദ്യത്തിനായി കൊടുത്തിട്ടുണ്ട്. ആ പണം ഉൾപ്പെടെ ടിയാനിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.